പെയിന്റിങ്ങുകൾക്കൊപ്പം കൊല്ലത്തെ വായനക്കാർക്ക് പുസ്തകങ്ങളുടെ ഒരു പുതുലോകവും 8 പോയിന്റ് ആർട്ട് ഗാലറി തുറന്നിടുകയാണ്. ഒരാൾക്ക് കയ്യിലുള്ള പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതുമായി ഇനി ആശ്രമത്തെത്താം. ഇവിടെ നിന്നും ഇഷ്ടമുള്ള പുസ്തകം തിരഞ്ഞെടുത്ത് പകരം കയ്യിലുള്ള പുസ്തകം ഷെൽഫിൽ വെച്ച് തിരികെ പോകാം. ലൈബ്രറിയിലില്ലാത്ത ലിറ്റിൽ ഫ്രീ ലൈബ്രറി എന്ന ആശയം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. വേൾഡിൽ എല്ലാ രാജ്യങ്ങളിലുണ്ട്. ഇന്ത്യയിൽ തന്നെ 8 സ്ഥലങ്ങളിലുണ്ട്. കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ് നമ്മളിത് ലോഞ്ച് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് തന്നെ ഒരു പുസ്തകം ആർക്കും ഒരു പുസ്തകം കൊണ്ടുവച്ചിട്ട് പകരം ഒരു പുസ്തകം എടുക്കാം. അതിന് പ്രത്യേകിച്ചൊരു ബാരിയറോ ലിമിറ്റേഷനോ ഒന്നുമില്ല. പിന്നെ വായനക്കാർക്ക് കൂടെ വളരെയധികം ഉത്തരവാദിത്തമുള്ളൊരു സ്പേസാണ്. കാരണം ഒരു പുസ്തകം ഇവിടുന്ന് എടുക്കുന്ന പുസ്തകത്തിന് തത്തുല്യമായിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ബുക്ക് കണ്ടെത്തി വെക്കുക എന്ന് പറയുന്നത് കൂടി ഒരു വലിയ ജോലിയാണ്. അപ്പോൾ അത് ശരിക്കും വായനക്കാർക്ക് കൂടെ കുറച്ചുകൂടി ഉത്തരവാദിത്തം വരുന്നൊരു ജോലിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ഒരു ലൈബ്രറി കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ലിറ്റിൽ ഫ്രീ ലൈബ്രറി കേരളത്തിൽ ആദ്യമായാണ് തുടങ്ങുന്നത്. 8 പോയിന്റ് ആർട്ട് കഫേയും SBTയും ചേർന്നാണ് ലൈബ്രറി തുടങ്ങിയത്. ലിറ്റിൽ ഫ്രീ ലൈബ്രറിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് യുവകവി കുഴൂർ വിൽസൺ അവതരിപ്പിച്ച ചൊൽക്കാഴ്ച നടന്നു. കവി KR ടോണിയുടെ പ്രമേണമായി എന്ന കവിതയാണ് ചൊൽക്കാഴ്ചയിൽ അവതരിപ്പിച്ചത്. ആരെങ്കിലും മരിച്ചാൽ പള്ളിയിൽ നിന്ന് പൊട്ടനെ തേടി ആൾ വരും. ജോർജേട്ടനോട് അന്ത്യം കാട്ടി സമ്മതം വാങ്ങി സെമിത്തേരിയിൽ ശവക്കുഴി വെട്ടാൻ പൊട്ടൻ പോകും. പിക്കാസും തൂമ്പയും ജോർജേട്ടൻ കൊടുക്കും. പിന്നെ 2 ചൂടിക്കയറും കൊലരും മാത്രം മതി. അത് പൊട്ടന് സ്വന്തമായുണ്ട്. ചൂടിക്കയറുകൊണ്ട് വേണം മഞ്ച കുഴിയിറക്കാൻ. കല്ലറയിലാണ് അടയ്ക്കുന്നതെങ്കിൽ വാർപ്പ് പലകകൾക്കിടയിലുള്ള പഴുതുകൾ സിമന്റിട്ട് അടയ്ക്കാനാണ് കൊലര്. കുഴിവെട്ടുകാരന് 10 രൂപയാണ് കൂലി. അത് കിട്ടുന്ന ദിവസം മാത്രം പൊട്ടൻ കള്ളുകുടിക്കും. അന്ന് വേറെ പണിക്ക് പോകില്ല. റിപ്പോർട്ടർ, കൊല്ലം.